ഹായ് നമസ്കാരം. സഹകാരി PSCയുടെ പുതിയൊരു SCRT സീരീസ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക് സയൻസിലെ ക്ലാസ് 7 പാർട്ട് 1 പോർഷനിൽ വരുന്നതാണ്. ആസിഡും ബേസുകളും എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഇത് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ആസിഡ്സ് ആൻഡ് ബേസസ് നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിക്കുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് നോക്കാനുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ആസിഡ്സിൻ്റെയും ബേസസിൻ്റെയും സ്വഭാവം, അതുപോലെ ഇവ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്, പിന്നെ ഭക്ഷ്യവസ്തുക്കളിലുള്ള ആസിഡ്സ്, ഇതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കുന്നത്. PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരുപാട് പോയിന്റ്സ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ നോക്കുന്നത്. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കടക്കാം. ചാപ്റ്ററിന്റെ പേരെന്താണ്? ആസിഡുകളും ബേസുകളും. ഓക്കെ, നോക്കിക്കേ. ആദ്യം തന്നെ ലിക്മസ് പേപ്പറിനെ കുറിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. ഒരു ബോക്സിനകത്തായിട്ട് ലിക്മസ് പേപ്പർ എന്താണെന്ന് തന്നിട്ടുണ്ട്. എന്താണ് ലിക്മസ് പേപ്പർ എന്ന് പറയുന്നത്? ആസിഡുകളെയും ബേസുകളെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സൂചകത്തെയാണ് ലിക്മസ് പേപ്പർ എന്ന് പറയുന്നത്. ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഒരു സൂചകമാണ് ലിക്മസ് പേപ്പർ എന്ന് പറയുന്നത്. നീല നിറത്തിലും അതുപോലെ തന്നെ പിങ്ക് നിറത്തിലും ലിക്മസ് പേപ്പർ അവൈലബിൾ ആണ്. ഓക്കെ, നീല നിറത്തിലുമുണ്ട്, പിങ്ക് നിറത്തിലുമുണ്ട്. പിങ്ക് അല്ലെങ്കിൽ ചുവപ്പ് നിറം എന്നും നമുക്ക് പറയാം. എന്തിൽ നിന്നാണ് ഈ ഒരു ലിക്മസ് പേപ്പർ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്കൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക സസ്യ വിഭാഗത്തിൽ നിന്നാണ് ഈ ഒരു ലിക്മസ് പേപ്പറിനെ ഉണ്ടാക്കുന്നത്. എന്താണ്? ലൈക്കൻ എന്നാണ് പറയുന്നത്. ലൈക്കൻ, LICHEN, ലൈക്കൻ. ഈ ഒരു ലൈക്കൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മരമൊക്കെ ഇല്ലേ, മരം അതുപോലെ പാറകളിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു തരം പായൽ പോലെയാണ് ഈ ലൈക്കൻ കാണപ്പെടുന്നത്. ആൽഗയും ഫംഗസും കൂടെ ചേരുന്ന ഒരു കാര്യമാണ് ഏതെന്ന് പറയുന്നത്? ലൈക്കൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലൈക്കനിൽ നിന്നാണ് എന്തുണ്ടാക്കുന്നത്? ലിക്മസ് പേപ്പർ ഉണ്ടാക്കുന്നത്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നോക്കിക്കേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താ തന്നിട്ടുള്ളതെന്ന് നോക്കാം. മരങ്ങളിലും പാറകളിലും മറ്റും പറ്റിപ്പിടിച്ചു വളരുന്ന സസ്യവിഭാഗമാണ് ചില ഇനം ലൈക്കണുകളുടെ സത്തിൽ നിന്ന് നിർമ്മിക്കുന്ന ചായത്തെയാണ് എന്തെന്ന് പറയുന്നത്? ലിക്മസ് എന്ന് പറയുന്നത്. സസ്യവിഭാഗമാണ് ഏത്? ലൈക്കൺ എന്ന് പറയുന്നത്. കണ്ടോ, ലൈക്കണുകളുടെ സത്തിൽ നിന്നും നിർമ്മിക്കുന്ന ചായമാണ് ഏതെന്ന് പറയുന്നത്? ലിക്മസ് എന്ന് പറയുന്നത്. ഇത് നിറം മാറ്റം വഴി പദാർത്ഥങ്ങളുടെ സ്വഭാവം തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നു. ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ലൈക്കണുകളുടെ സത്ത് കടലാസിൽ പുരട്ടി ലിക്മസ് പേപ്പറും വെള്ളത്തിൽ ലയിപ്പിച്ച് ലിക്മസ് ലായനിയും ഉണ്ടാക്കുന്നു. നീല അതുപോലെ ചുവപ്പ് നിറങ്ങളിലുള്ള ലിക്മസ് പേപ്പറുകളും ലായനികളും സ്കൂൾ ലബോറട്ടറികളിൽ ലഭ്യമാണ്. നമ്മൾ കണ്ടിട്ടുള്ളതാണ് ലിക്മസ് പേപ്പർ. ഇതേ കണ്ടോ, ഇതാണ് ലിക്മസിന്റെ റെഡും അതുപോലെ ബ്ലൂ കളറും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മരങ്ങളിലും മറ്റും പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു തരം സസ്യവിഭാഗമാണ് ലൈക്കണുകൾ എന്ന് പറയുന്നത്. ഈ ലൈക്കണുകൾ ഉപയോഗിച്ചാണ് ഏതുണ്ടാക്കുന്നത്? ലിക്മസ് പേപ്പർ ഉണ്ടാക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നോക്കിക്കേ, എങ്ങനെയാണ് ഈ ലിക്മസ് പേപ്പറിൽ നമുക്ക് ആസിഡുകളെയും ബേസുകളെയും തിരിച്ചറിയാൻ സാധിക്കുന്നത്? നീല ലിക്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങൾ ആസിഡുകളാണ്. രണ്ട് തരത്തിലുള്ള ലിക്മസ് പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞു. നീലയും ഉണ്ട്, ചുവപ്പും ഉണ്ട്. അതിൽ നീല ലിക്മസിനെ ചുവപ്പ് നിറത്തിലോട്ട് മാറ്റുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ ആസിഡുകൾ എന്ന് പറയുന്നത്. അതായത് ഒരു ആസിഡ് എടുക്കുക, ആ ആസിഡിനെ എന്ത് ചെയ്യുക? ആ ആസിഡിൽ നീല ലിക്മസ് മുക്കുവാണെങ്കിൽ ആ നീല ലിക്മസ് ഏത് നിറമായിട്ട് മാറും? ചുമന്ന നിറമായിട്ട് മാറുന്നത് കാണാം. അങ്ങനെ അത് ചുമന്ന നിറത്തിലോട്ട് മാറുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആസിഡ് പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. നീല ലിക്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. അപ്പോൾ നേരെ തിരിച്ചാണ് ബേസസ് എന്ന് പറയുന്നത്. അതായത് ചുവപ്പ് ലിക്മസിനെ ഏത് നിറത്തിലോട്ട് മാറ്റുന്നു? നീല നിറത്തിലോട്ട് മാറ്റുന്ന പദാർത്ഥങ്ങളെയാണ് ബേസുകൾ എന്ന് പറയുന്നത്. ചുവപ്പ് ലിക്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങളെ ബേസുകൾ എന്ന് പറയുന്നു. ക്ലിയർ ആണല്ലോ? അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അതായത് ലിക്മസ് പേപ്പറിൽ ആസിഡിലാണ് നമ്മൾ ലിക്മസ് പേപ്പർ മുക്കുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും? ചുമന്ന നിറത്തിലോട്ടായിരിക്കും വരുന്നത്. അങ്ങനെയുള്ള പദാർത്ഥങ്ങൾ ആസിഡ് പദാർത്ഥങ്ങളാണെന്നും അതെല്ലാം നീല ലിക്മസ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അതെന്താണ്? ബേസ് സ്വഭാവമുള്ള പദാർത്ഥങ്ങളുമാണെന്ന് മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പഠിച്ചു വെക്കുക. ആസിഡ് ലിക്മസ് പേപ്പറിൽ എന്ത് നിറമായിരിക്കും? ചുവന്ന നിറം അല്ലെങ്കിൽ റെഡ് ആയിരിക്കും. ചുവപ്പ് എന്ന് പറയുന്നത് ഡേഞ്ചർ അല്ലേ? ഡേഞ്ചറിനെ സൂചിപ്പിക്കുന്ന നിറമല്ലേ ചുവപ്പ് എന്ന് പറയുന്നത്? അപ്പൊ ആസിഡ് ഡേഞ്ചർ ആണെന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഓർക്കുക, ആസിഡിൽ ചുവപ്പായിരിക്കും. അതുപോലെ ബേസിലാണെങ്കിലോ ബ്ലൂ കളർ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഓക്കെ,
ക്ലിയർ ആണല്ലോ. അപ്പോൾ ബേസിൽ BB ബ്ലൂ ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഒരു പദാർത്ഥത്തിൽ നമ്മൾ ലിക്മസ് പേപ്പർ മുക്കുമ്പോൾ ആ ലിക്മസ് പേപ്പർ ചുമന്ന നിറത്തിലോട്ട് മാറുന്നെങ്കിൽ അത് ആസിഡ് ആണ് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ. ബേസിലാണെങ്കിലോ അത് നീല നിറത്തിലായിരിക്കും എന്ന് മനസ്സിലാക്കുക. നോക്കിക്കേ, ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൂചകങ്ങൾ. നിറം മാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളെയാണ് സൂചകങ്ങൾ. അതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. ലിക്മസ് പേപ്പർ എന്ന് പറയുന്ന ഒരു സൂചകമാണ്. നിറം മാറുന്നതനുസരിച്ച് നമുക്ക് ആസിഡിന്റെയും ബേസിനെയും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സൂചകമാണ് ഇതെന്ന് പറയുന്നത്, നമ്മുടെ ഈ ലിക്മസ് പേപ്പർ എന്ന് പറയുന്നത്. ലിക്മസ് പേപ്പർ ഒരു സൂചകമാണ്. ക്ലിയർ ആണല്ലോ. അതുപോലെ നമുക്ക് നാച്ചുറൽ ആയിട്ട് ഈ ലിക്മസ് പേപ്പർ അല്ലാതെ നമുക്ക് നാച്ചുറലി തന്നെ ആസിഡിനെയും ബേസിനെയും ഒക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന മറ്റ് സൂചകങ്ങളുണ്ട്. അതിൽ ആസിഡിനെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ് ഏത്? ചെമ്പരത്തി. നമ്മുടെ SCERT തന്നിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ആസിഡുകളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു സൂചകം ഏതാണ്? ചെമ്പരത്തി ഒരു സൂചകമാണ്. ആസിഡുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു സൂചകമാണ് ചെമ്പരത്തി. അതുപോലെ പതിമുഖവും ആസിഡിന്റെ ഒരു സൂചകമാണ്. അതായത് പതിമുഖത്തെ നമ്മൾ ആസിഡിൽ മുക്കുമ്പോൾ അതിന്റെ നിറം എന്തായിട്ട് മാറുന്നു? മഞ്ഞ നിറമാകുന്നു. അപ്പൊ ആസിഡ് പദാർത്ഥത്തിൽ നമ്മൾ പതിമുഖത്തെ മുക്കുവാണെങ്കിൽ അതിന്റെ നിറം ഏതായിട്ട് മാറും? മഞ്ഞ നിറമായിട്ട് മാറും. അപ്പൊ ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. ചെമ്പരത്തി അതുപോലെ തന്നെ പതിമുഖവും ആസിഡിന്റെ ഒരു സൂചകമാണ് എന്ന് മനസ്സിലാക്കുക. അടുത്ത നോക്കിക്കേ, ബേസുകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ് മഞ്ഞൾ എന്ന് പറയുന്നത്. മഞ്ഞൾ എന്താണ്? ബേസുകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ് ഏതെന്ന് പറയുന്നത്? മഞ്ഞൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ, അതായത് കുറച്ച് പദാർത്ഥങ്ങൾ ആസിഡിക് ആണോ ബേസ് ആണോ എന്ന് നമുക്ക് നോക്കാം. ആദ്യം നോക്കിക്കേ, നാരങ്ങാ നീരിന്റെ സ്വഭാവം എന്താണ്? അസിഡിക് അല്ലെങ്കിൽ ആസിഡ് സ്വഭാവമുള്ള ഒന്നാണ് നാരങ്ങാ നീര് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലിക്മസ് പേപ്പർ നീല ലിക്മസ് പേപ്പർ എടുത്ത് നാരങ്ങാ നീരിൽ മുക്കുമ്പോൾ അതിന്റെ നിറം എന്തായിട്ട് മാറും? ചുവപ്പായിട്ട് മാറും അല്ലെ? ആസിഡ് ആണ്, അപ്പോൾ അതിൽ ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ നിറം എന്തായിട്ട് മാറും? റെഡ് ആയിട്ട് മാറും. അതുപോലെ നോക്കിക്കേ, സോപ്പ് വെള്ളം എന്ന് പറയുന്നത് ബേസ് സ്വഭാവമുള്ള ഒന്നാണ്. സോപ്പ് വെള്ളം എന്ന് പറയുന്നത് നീല നിറത്തിലായിരിക്കും അത് മാറുന്നത്, നീല നിറം അല്ലെ? അപ്പൊ ബേസിന് ബ്ലൂ ആയിരിക്കും. അതുപോലെ ചാരം അടങ്ങിയിട്ടുള്ള വെള്ളം ലിക്മസ് പേപ്പറിൽ മുക്കി കഴിഞ്ഞു കഴിഞ്ഞാലും അത് ഏത് നിറത്തിലായിരിക്കും കാണുന്നത്? നീല നിറം. കാരണം ബേസ് സ്വഭാവമാണുള്ളത് ചാരവെള്ളത്തിന്. അപ്പൊ അതും ഏത് നിറത്തിലോട്ട് മാറും? നീല നിറം അല്ലെങ്കിൽ ബ്ലൂ കളറിലോട്ട് മാറും. അതുപോലെ തെളിഞ്ഞ അപ്പക്കാര ലായനിയും ഏതാണ്? ബേസ് സ്വഭാവം കാണിക്കുന്നതാണ്. അപ്പൊ അതിന്റെ നിറവും എങ്ങനെയായിരിക്കും? ബ്ലൂ കളറിലായിരിക്കും ലിക്മസ് പേപ്പർ മാറുന്നത്. അതുപോലെ ചുണ്ണാമ്പ് വെള്ളവും എന്താണ്? ബേസ് സ്വഭാവമുള്ളതാണ്. അപ്പൊ അതിന്റെ നിറവും എങ്ങനെയായിരിക്കും? ബ്ലൂ ആയിരിക്കും. അതുപോലെ പുളിവെള്ളം. ഈ പുളി അടങ്ങിയിട്ടുള്ള വസ്തുക്കൾക്കെല്ലാം ആസിഡ് സ്വഭാവം കാണിക്കുന്നവയാണ് പുളി അടങ്ങിയിട്ടുള്ള വസ്തുക്കൾ. അത് നമ്മൾ പഠിക്കും കേട്ടോ. ആസിഡിന് പുളി രുചിയാണ് എന്നുള്ളത് നമ്മൾ പഠിക്കും. നിങ്ങൾ ഓർത്ത് വെക്കുക, ആസിഡിന് എന്ത് രുചിയാണ്? പുളി രുചിയാണ്. അപ്പൊ പുളിവെള്ളത്തിൽ എന്തുണ്ട്? ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കാണിക്കുന്ന നിറം ഏതായിരിക്കും? റെഡ് ആയിരിക്കും. അതുപോലെ എന്താണ്? മോരിലും എന്തടങ്ങിയിട്ടുണ്ട്? ആസിഡ് അടങ്ങിയിട്ടുണ്ട്. മോരിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ്. അപ്പൊ മോരും ഏത് രീതിയിലുള്ള സ്വഭാവമാണ്? ആസിഡ് സ്വഭാവമുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ അതിൻ്റെയും നിറം എന്തായിരിക്കും? ലിക്മസ് പേപ്പറിൽ ചുവപ്പ് നിറമായിരിക്കും. അതുപോലെ വിനാഗിരിയിലും ആസിഡ് അടങ്ങിയിട്ടുണ്ട് അല്ലെ? വിനാഗിരിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡ് ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, അതിനും എന്ത് സ്വഭാവമാണ്? ആസിഡ് സ്വഭാവമാണ്. അങ്ങനെയാകുമ്പോൾ അത് ഏത് നിറമായിരിക്കും കാണിക്കുന്നത്? ചുവപ്പ് നിറമായിരിക്കും കാണിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കാരണം PSC ഉദാഹരണങ്ങൾ തന്നിട്ട് അത് ചോദിക്കാം, ഏത് നിറത്തിലോട്ടാണ് മാറുന്നത് എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോയാലോ. നോക്കിക്കേ, നീല ചുവപ്പ് ലിക്മസ് പേപ്പറുകൾക്ക് പുറമെ ലബോറട്ടറിയിൽ സാധാരണ ഉപയോഗിക്കുന്ന 2 സൂചകങ്ങളാണ് ഫിനോഫ്തലിനും അതുപോലെ മീഥൈൽ ഓറഞ്ചും. ഏതൊക്കെയാണ്? ഫിനോഫ്തലിനും മീഥൈൽ ഓറഞ്ചും എന്ന് പറയുന്നത്. നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ലിക്മസ് പേപ്പർ ആണ് ആസിഡും ബേസും തിരിച്ചറിയാൻ. എന്നാൽ ഇതിന് പുറമെ ലബോറട്ടറികളിൽ കുറച്ച് വീര്യം കൂടിയതായിരിക്കും ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ ആസിഡും ബേസും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നതാണ് ഫിനോഫ്തലിനും അതുപോലെ ഏതാണ്? മീഥൈൽ ഓറഞ്ചും. ക്ലിയർ ആണല്ലോ. നോക്കിക്കേ, ഇവിടെ നമുക്ക് ഈ ഒരു പോർഷനിൽ
ഓരോ സൂചകങ്ങൾ തന്നിട്ടുണ്ട്. അതിന്റെ സ്വാഭാവിക നിറം, ആസിഡിലെ നിറം എന്താണ്, ബേസിലെ നിറം എന്താണെന്ന് തന്നിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, PSC ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു പോർഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കേ. നീല ലിഗ്മസിന്റെ സ്വാഭാവിക നിറം എന്ന് പറയുന്നത് എന്താണ്? നീല നിറത്തിലാണ് കാണുന്നത്. അത് നമ്മൾ ആസിഡിൽ ഡിപ്പ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആസിഡിൽ നീല ലിഗ്മസിനെ മുക്കിക്കഴിഞ്ഞാൽ ചുവപ്പ് നിറമാകും എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. എന്നാൽ ബേസിലാണെങ്കിലോ പ്രത്യേകിച്ച് യാതൊരു നിറ വ്യത്യാസവും കാണില്ല. നീല ലിഗ്മസ് ഒരു ബേസ് ലായനിയിൽ നമ്മൾ മുക്കുവാണെങ്കിൽ അതിന് നിറമാറ്റം സംഭവിക്കോ? ഇല്ല, നീല നിറത്തിൽ തന്നെയായിരിക്കും. എന്നാൽ നമ്മൾ ആസിഡിലാണ് ഡിപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ മുക്കുന്നതെങ്കിൽ അതിന്റെ നിറം മാറി എന്താവും? ചുവപ്പ് നിറമാകും. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ആ പദാർത്ഥം ആസിഡ് ആണെന്ന്. ക്ലിയർ ആണല്ലോ? നീല ലിഗ്മസിന്റെ സ്വാഭാവിക നിറം നീലയാണ്, ആസിഡിലെ നിറം ചുവപ്പാണ്, എന്നാൽ ബേസിലെ നിറം നീല തന്നെ ആയിരിക്കും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ചുവപ്പ് ലിഗ്മസ് എന്ന് പറയുന്നത്. ചുവപ്പ് ലിഗ്മസിന്റെ സ്വാഭാവിക നിറം എന്താണ്? ചുവപ്പാണ്. അത് ആസിഡിൽ ഡിപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? ചുവപ്പ് നിറം. ആസിഡിൽ, ഒരു ആസിഡ് പദാർത്ഥത്തിലാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു ആസിഡ് ലായനിയിലാണ് നമ്മൾ ഈ ചുവപ്പ് ലിഗ്മസ് മുക്കുന്നതെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു കളർ ചേഞ്ച് ഉണ്ടാവുമോ? ഇല്ല. കാരണം ആസിഡിൽ ലിഗ്മസ് പേപ്പറിന്റെ നിറം എന്താണ്? ചുവപ്പാണ്. അപ്പൊ ചുവപ്പ് ലിഗ്മസ് ആസിഡിൽ മുക്കിയാലും ചുവപ്പ് നിറം തന്നെ ആയിരിക്കും. എന്നാൽ ഒരു ബേസ് ലായനിയിലാണ് നമ്മൾ ഈ ചുവപ്പ് ലിഗ്മസ് മുക്കുന്നതെങ്കിൽ അതിന്റെ നിറം മാറി ഏതായിട്ട് മാറും? നീല നിറമായിട്ട് മാറും. അപ്പൊ ചുവപ്പ് ലിഗ്മസ് ബേസിൽ മുക്കിക്കഴിഞ്ഞാൽ ഏത് നിറമായി മാറും? നീലയായി മാറും. ക്ലിയർ ആണല്ലോ? നീല നിറമായിട്ട് മാറും. അതുപോലെ നോക്കിക്കേ, ഫിനോഫ്തലിൻ അല്ലെ. ഫിനോഫ്തലിന്റെ സ്വാഭാവിക നിറം എന്ന് പറയുന്നത് എന്താണ്? നിറമേ ഇല്ല. ഫിനോഫ്തലിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കളറും ഇല്ല, നിറമില്ല. ഫിനോഫ്തലിന്റെ സ്വാഭാവിക നിറം എന്താണ്? നിറം ഒന്നും തന്നെ ഇല്ല. എന്നാൽ ആസിഡിൽ നമ്മൾ മുക്കിക്കഴിഞ്ഞാലോ അപ്പോഴും നിറമില്ല. ഓക്കെ, ഫിനോഫ്തലിന് സ്വാഭാവിക നിറം എന്ന് പറയുന്നത് ഒന്നുമില്ല. അതിനെ നമ്മൾ ആസിഡിൽ മുക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു ആസിഡ് ലായനിയിൽ നമ്മൾ കുറച്ച് ഫിനോഫ്തലിൻ ഒഴിച്ചു കഴിഞ്ഞാലും പ്രത്യേകിച്ച് നിറവ്യത്യാസം ഒന്നും തന്നെ വരില്ല. എന്നാൽ ബേസിലാണെങ്കിൽ ഏത് നിറത്തിലോട്ട് മാറും? പിങ്ക് നിറത്തിലോട്ട് മാറും. ബേസിലാണെങ്കിൽ പിങ്ക് നിറത്തിലോട്ട് മാറും. ഒരു ബേസ് ലൈന് നമ്മൾ എടുത്തിട്ട് അതിൽ ഫിനോഫ്തലിൻ ഒഴിക്കുവാണെങ്കിൽ പിങ്ക് നിറത്തിലോട്ട് മാറും. അങ്ങനെ പിങ്ക് നിറത്തിലോട്ട് മാറിക്കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാം അത് ബേസ് സ്വഭാവമുള്ള പദാർത്ഥമാണ്. ഓക്കെ ആണല്ലോ? ഇനി നോക്കിക്കേ, മീഥൈൽ ഓറഞ്ച്. മീഥൈൽ ഓറഞ്ച്, ഓറഞ്ച് അതിൽ തന്നെ ഉണ്ട് ഓറഞ്ച് എന്നുള്ളത്. അപ്പൊ അതിന്റെ സ്വാഭാവിക നിറം എന്ന് പറയുന്നത് ഓറഞ്ച് കളർ തന്നെയാണ്. അതിന് നമ്മൾ ആസിഡിൽ അല്ലെങ്കിൽ ഒരു ആസിഡിക് ലായനിയിൽ നമ്മൾ ഈ ഒരു മീഥൈൽ ഓറഞ്ചിനെ ഒഴിക്കുവാണെങ്കിൽ അത് ഏത് നിറത്തിലോട്ട് മാറും? ഇളം പിങ്ക് അല്ലെങ്കിൽ ഇളം ചുവപ്പ് നിറത്തിലോട്ട്, ഇളം പിങ്ക് അല്ലെങ്കിൽ ഇളം ചുവപ്പ് നിറത്തിലോട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ മാറുവാണെങ്കിൽ ആ ഒരു ലായനി എന്ന് പറയുന്നത് ആസിഡ് സ്വഭാവമുള്ള ലായനിയാണ്. എന്നാൽ നമ്മളൊരു ബേസ് സ്വഭാവമുള്ള ഒരു ലായനിയിൽ മീഥൈൽ ഓറഞ്ച് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏത് നിറത്തിലായിരിക്കും മാറുന്നത്? ഇളം മഞ്ഞ, ഇളം മഞ്ഞ നിറത്തിലോട്ടായിരിക്കും മാറുന്നത്. അങ്ങനെ ഇളം മഞ്ഞ നിറത്തിലോട്ട് മാറുവാണെങ്കിൽ അത് ബേസ് സ്വഭാവമുള്ളൊരു ലായനിയാണ് അല്ലെങ്കിൽ പദാർത്ഥമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ? ഇത് പഠിക്കുക. ഫിനോഫ്തലിൻ ആസിഡിൽ നിറമില്ല, എന്നാൽ അത് ബേസിലോട്ട് പോകുമ്പം ഏത് നിറമായിട്ട് മാറും? പിങ്ക്. അതുപോലെ മീഥൈൽ ഓറഞ്ച് ആസിഡിൽ എന്ത് നിറമായിരിക്കും? പിങ്ക്, ഇളം പിങ്ക് അല്ലെങ്കിൽ ഇളം ചുവപ്പായിരിക്കും. എന്നാൽ ബേസിലോട്ട് പോകുമ്പോഴോ ഇളം മഞ്ഞ നിറമായിരിക്കും എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്തയിലോട്ട് പോയാലോ? നോക്കിക്കേ, നമ്മളിപ്പോൾ പഠിച്ച ലിഗ്മസ് പേപ്പറും അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ഫിനോഫ്തലിൻ, മീഥൈൽ ഓറഞ്ച് ഒക്കെ സൂചകങ്ങളാണെന്ന് പഠിച്ചു. ആസിഡും ബേസിക്കും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സൂചകങ്ങളാണ് എന്ന് പഠിച്ചു. അതുപോലെ യൂസ് ചെയ്യുന്ന ലബോറട്ടറികളിൽ യൂസ് ചെയ്യുന്ന മറ്റൊരു സൂചകമാണ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. സാർവിക സൂചകം എന്ന് പറയും. സാർവിക സൂചകം ഇത് ഏതെങ്കിലും ഒരു ലായനിയിൽ ഈ ഒരു സാർവിക സൂചകം ഒഴിക്കുവാണെങ്കിൽ നമുക്ക് ആസിഡും ബേസും മനസ്സിലാക്കുക മാത്രമല്ല അതിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ആസിഡിക് ആണ് അല്ലെങ്കിൽ എത്രത്തോളം ബേസ് സ്വഭാവമുള്ളതാണ് എന്നുള്ള തീവ്രത കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഈ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റേഴ്സിൽ കണ്ടോ ഇതുപോലെ കുറെ നിറങ്ങൾ ആ ഒരു ബോട്ടിലിന്റെ ഫ്രണ്ടിലായിട്ട് തന്നിട്ടുണ്ട്. ഈ നിറങ്ങളുടെ സഹായത്തോടെ അതിൽ എത്രത്തോളം തീവ്രതയാണ് അതിൻ്റെ ആസിഡിനും ബേസിനും ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കിക്കേ, ഒരേ സമയം ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു സാർവിക സൂചകമാണിത്. പല സൂചകങ്ങളുടെയും ഒരു മിശ്രിതമാണ്. അപ്പൊ ഇത് പല സൂചകങ്ങളുടെയും ഒരു മിശ്രിതമായിട്ടാണ് ഈ ഒരു യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന്റെ ഏതാനും തുള്ളി ആസിഡുകളിലോ ബേസുകളിലോ ചേർക്കുമ്പോൾ അവയുടെ സ്വഭാവവും തീവ്രതയും അനുസരിച്ച് പല നിറങ്ങൾ ലഭിക്കുന്നു.
കുപ്പിക്ക് പുറത്തുള്ള കളർ ചാർട്ടുമായി താരതമ്യം ചെയ്ത് ദ്രാവകത്തിന്റെ സ്വഭാവവും തീവ്രതയും കണ്ടെത്താൻ സാധിക്കും. മനസ്സിലായോ? ഇവിടെ ആസിഡ് സ്വഭാവമാണോ ബേസ് സ്വഭാവമാണോ എന്നുള്ള സ്വഭാവവും മനസ്സിലാക്കാൻ പറ്റും, അതിന്റെ തീവ്രതയും നമുക്ക് മനസ്സിലാക്കാം. ആ തീവ്രത അനുസരിച്ച് പല നിറത്തിലോട്ട് അത് മാറും. അത് ഈ ഒരു ബോട്ടിലിന്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു കളർ ചാർട്ട് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ ദ്രാവകത്തിന്റെ സ്വഭാവവും തീവ്രതയും കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നോക്കിക്കേ. എല്ലാ ആസിഡുകളും പുളി രുചിയാണ് ഉള്ളത്, എന്നാൽ എല്ലാ ബേസുകളുടെയും രുചി എന്താണ്? കാരരുചിയാണ്. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എല്ലാ ആസിഡുകൾക്കും എന്ത് രുചിയാണുള്ളത്? പുളി രുചിയാണുള്ളത്. എല്ലാ ബേസുകൾക്കും കാരരുചിയാണ് ഉള്ളത്. കാരരുചി എല്ലാ ബേസുകളുടെയും രുചിയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു നാരങ്ങ എടുത്തു കഴിഞ്ഞാലും അതിൽ ആസിഡ് അടങ്ങിയിട്ടുണ്ട് അല്ലെ, സിട്രിക് ആസിഡ് ആണ് ലെമണിൽ യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ലെമണിൽ അടങ്ങിയിട്ടുള്ള ആസിഡ്, അതിന് എന്ത് രുചിയാണ്? പുളിയാണ്. അതുപോലെ പുളിയിൽ ടാർട്ടാറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് അല്ലെ, അതിന്റെയും രുചി എന്താണ്? പുളിയാണ്. അപ്പൊ അത് വെച്ച് നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാ ആസിഡുകളുടെയും രുചി എന്താണ്? പുളിയാണ്. എല്ലാ ബേസുകൾക്കും എങ്ങനെയുള്ള രുചിയാണുള്ളത്? കാരരുചിയാണ് ഉള്ളത്. ഇനി ഈ ഒരു ആസിഡ് എന്നൊരു പദം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് കൂടി നമ്മുടെ SCERT-യിൽ തന്നിട്ടുണ്ട്. പേരിനു പിന്നിൽ പുളിരുചി എന്നതിന് ലാറ്റിൻ ഭാഷയിൽ ആസിഡസ് എന്നാണ്. പുളിരുചിയെ ഏത് ഭാഷയിൽ? ലാറ്റിൻ ഭാഷയിൽ പുളിരുചിയെ പറയുന്നത് എന്താണ്? ആസിഡസ്. ഇതിൽ നിന്നാണ് ഏത് പദം ഉണ്ടായത്? ആസിഡ് എന്ന് പറയുന്ന പദം ഉണ്ടായത്. അപ്പോൾ ലാറ്റിൻ ഭാഷയിൽ ആസിഡസ് എന്നാൽ പുളിരുചിയാണ്. ഇതിൽ നിന്നാണ് ഏത് പദം ഉണ്ടായത്? ആസിഡ് എന്ന പദം ഉണ്ടായത്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. കേട്ടല്ലോ? നമുക്ക് ചിലപ്പോൾ ചോദിക്കാം, ആസിഡ് എന്ന പദം വന്നത് ഏത് ഭാഷയിൽ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാറ്റിൻ ഭാഷയാണ്. പുളിരുചി എന്ന അർത്ഥം വരുന്ന ഏതാണ്? ആസിഡസ് എന്ന പദത്തിൽ നിന്നാണ് ഇന്നത്തെ നമ്മുടെ ആസിഡ് എന്ന പദം ഉണ്ടായത് എന്നുകൂടി ഇവിടെ മനസ്സിലാക്കുക. ക്ലിയർ? അടുത്തത് നോക്കിക്കേ. കുറച്ച് ഭക്ഷ്യ വസ്തുക്കളിലെ ആസിഡുകൾ കൂടി ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം നമ്മുടെ ഈ ഓരോ ഭക്ഷ്യ വസ്തുക്കളിൽ നമുക്ക് ചിലതൊക്കെ അറിയാം, പക്ഷെ SCERT-യിൽ ഇങ്ങനെ എടുത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഉറപ്പായിട്ടും ഈ ഒരു ബോക്സിൽ നിന്ന് വരുന്ന പരീക്ഷയിൽ ഒരു ചോദ്യം കാണും എന്നുള്ളത് ക്ലിയർ ആയിട്ടും നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യമാണ്. നോക്കിക്കേ, മോര്, തൈര് എന്നിവയിലുള്ള ആസിഡ് ഏതാണ്? ലാക്ടിക് ആസിഡ് ആണ്. മോരിലും തൈരിലും അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? ലാക്ടിക് ആസിഡ് ആണ്. അതുപോലെ വിനാഗിരിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡ് ആണ് വിനാഗിരിയിൽ അടങ്ങിയിട്ടുള്ളത്. നമ്മളെല്ലാവരും വീട്ടിൽ ഉപയോഗിക്കുന്നതാണല്ലേ വിനാഗിരി. അതിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡ് ആണ്. അതുപോലെ നാരങ്ങ അല്ലെ, നാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? സിട്രിക് ആസിഡ് ആണ് നാരങ്ങയിൽ അടങ്ങിയിട്ടുള്ളത്. വാളൻ പുളിയിലാണെങ്കിലോ ടാർട്ടാറിക് ആസിഡ്. പുളിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? ടാർട്ടാറിക് ആസിഡ് ആണ് പുളിയിൽ അടങ്ങിയിട്ടുള്ളത്. അതുപോലെ നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? അസ്കോർബിക് ആസിഡ് ആണ് നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം നെല്ലിക്കയിൽ ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വിറ്റാമിൻ സിയുടെ ശാസ്ത്രീയ നാമമാണ് ഏതെന്ന് പറയുന്നത്? അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നത്. കേട്ടോ? നോക്കിക്കേ, ഇവിടെ തന്നിട്ടുണ്ട് നെല്ലിക്കയിൽ ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. വിറ്റാമിൻ സി എന്നത് അസ്കോർബിക് ആസിഡ് ആണ്. ഈ ഒരു അസ്കോർബിക് ആസിഡിന്റെ സാന്നിധ്യമാണ് നെല്ലിക്കയ്ക്ക് എന്ത് രുചി നൽകുന്നത്? പുളി രുചി നൽകുന്നത്. ഓക്കെ, നെല്ലിക്കയിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നത് എന്താണ്? അസ്കോർബിക് ആസിഡ് ആണ്. ഈ അസ്കോർബിക് ആസിഡിന്റെ സാന്നിധ്യമാണ് നെല്ലിക്കയിൽ പുളി രുചി നൽകുന്നത്. അതുപോലെ തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? ഓക്സാലിക് ആസിഡ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്, തക്കാളിയിൽ അടങ്ങിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? ഭക്ഷ്യവസ്തുക്കളിലെ ആസിഡുകൾ ഇമ്പോർട്ടന്റ് ആണ്, വിട്ടുപോകരുത്, എഴുതി വെച്ച് പഠിക്കുക. ഓക്കെ, പാല് തൈരാകുമ്പോൾ എന്ന് പറയുന്ന തലക്കെട്ടില് എന്താണ് SCERT-യിൽ തന്നിരിക്കുന്നതെന്ന് നോക്കാം. നമുക്കറിയാം നമ്മുടെ ഈ ഒരു നമ്മൾ പാലിനെ തൈരാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉറയൊഴിക്കാറുണ്ട്, കുറച്ച് തൈര് അതിൽ ഒഴിച്ച് വെക്കാറുണ്ട് അല്ലെ. അപ്പോൾ ഈ പാലിൽ ഈ ഒരു മോര് അല്ലെങ്കിൽ ഈ ഒരു ഉറയൊഴിച്ച് കഴിയുമ്പോൾ എങ്ങനെയാണ് അത് തൈരായിട്ട് മാറുന്നത്? അല്ലെങ്കിൽ ഈ തൈരായി മാറുമ്പോൾ എങ്ങനെയാണ് അതിനൊരു പുളി രുചി ഉണ്ടാവുന്നത്? നമ്മൾ പഠിച്ചതാണ്, തൈരിൽ ലാക്ടിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിന് പുളി രുചി ഉണ്ടാവുന്നത്. എങ്ങനെയാണ് ഈ ഒരു ലാക്ടിക് ആസിഡ് ഉണ്ടാവുന്നത്? അതായത് തൈരില് ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. ഈ ഒരു ബാക്ടീരിയക്ക് വളരാൻ വേണ്ടിയിട്ട് അത് പോഷകം ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ലാക്ടിക് ആസിഡ് ഉണ്ടാകുന്നത്. ആ ലാക്ടിക് ആസിഡ് ഉണ്ടാകുന്നത് കൊണ്ടാണ് തൈരിന് എന്ത് രുചി വരുന്നത്?
പുളി രുചി ലഭിക്കുന്നത്. ക്ലിയർ ആണല്ലോ? തൈരിൽ അടങ്ങിയിട്ടുള്ള ബാക്ടീരിയ ഏതാണ്? ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. ഈ ബാക്ടീരിയ പോഷണം ചെയ്യുന്നത്, അതായത് അതിന് വളരാൻ വേണ്ടിയിട്ട് പോഷണം ചെയ്യുന്നതിന്റെ, അത് മൾട്ടിപ്പിൾ ആവാൻ വേണ്ടി പോഷണം ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് എന്തുണ്ടാവുന്നത്? അവിടെ ഒരു പുളി രുചി ഉണ്ടാവുന്നത്. ആ പുളി രുചിക്ക് കാരണം ഏതാണ്? ഈ പോഷണം ചെയ്തുണ്ടാവുന്ന ലാക്ടിക് ആസിഡ് ആണ്. അത് കാരണമാണ് തൈരിന് പുളി രുചി ഉണ്ടാവുന്നത്. നോക്കിക്കേ, പാലിനെ തൈരാക്കി മാറ്റാൻ തിളപ്പിച്ചാറിയ പാലിൽ അല്പം തൈര് ഒഴിക്കാറുണ്ട്. തൈരിൽ ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട്. തൈരിൽ അടങ്ങിയിട്ടുള്ള ബാക്ടീരിയ ഏതാണ്? ഈ പിക്ചറിൽ തന്നിട്ടുള്ള ലാക്ടോബാസിലസ്, കണ്ടോ? ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട്. ഇത് പോഷണം നടത്തുന്നതിന്റെ ഫലമായിട്ടുണ്ടാവുന്ന ലാക്ടിക് ആസിഡ് ആണ് തൈരിന് പുളിരുചി നൽകുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത നോക്കിക്കേ, ഇനി ലബോറട്ടറികളിലെ ആസിഡുകളും ബേസുകളും. നമ്മളിപ്പോൾ ഭക്ഷ്യ വസ്തുക്കളിൽ അടങ്ങിയിട്ടുള്ള ആസിഡ്സിനെ പറ്റി നമ്മൾ പഠിച്ചു അല്ലെ? ഇനി ലബോറട്ടറികളിലുള്ള ആസിഡ്സിനെ പറ്റിയും ബേസുകളെ പറ്റിയാണ് പഠിക്കുന്നത്. നമ്മുടെ ഭക്ഷ്യ വസ്തുക്കളിൽ അടങ്ങിയിട്ടുള്ള ആസിഡുകൾ എന്ന് പറയുന്നത് ആക്ച്വലി വീര്യം കുറഞ്ഞവയാണ്. വളരെ ലോ ആയിട്ടുള്ള വീര്യം മാത്രമേ ഉള്ളൂ. എന്നാൽ ലബോറട്ടറികളിലുള്ള ആസിഡ്സിന് വളരെ വലിയ വീര്യമാണ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ആസിഡ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നത് ലബോറട്ടറീസിലൊക്കെ. കാരണം എന്താണ്? അതിന്റെ വീര്യം കൂടുതലാണ്. ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയ ആസിഡുകൾ വീര്യം കുറഞ്ഞവയാണ്. വീര്യം കുറഞ്ഞവയാണ് ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിട്ടുള്ള ആസിഡ്സ് എന്ന് പറയുന്നത്. ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന പല ആസിഡുകളും ബേസുകളും വീര്യം കൂടിയവയാണ്. കണ്ടോ? വീര്യം കൂടിയവയാണ് ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്നത്. നോക്കിക്കേ, അങ്ങനെ ആസിഡുകളും ബേസുകളും ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്നത് തന്നിട്ടുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന ഒരു ആസിഡാണ്. അതുപോലെ തന്നെ എന്താണ്? നൈട്രിക് ആസിഡ് ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. സൾഫ്യൂരിക് ആസിഡ് അല്ലെ? ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സൾഫ്യൂരിക് ആസിഡ്. അതുപോലെ എന്താണ്? അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് നമ്മുടെ ഫുഡിലും, നമ്മളിപ്പോൾ വിനാഗിരി പഠിച്ചപ്പോഴത്തേക്കും പറഞ്ഞതാണ് അതിൽ അസറ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ടെന്ന്. പക്ഷെ അത് വളരെ ചെറിയ തോതിൽ മാത്രമാണ് വിനാഗിരിയിൽ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് അത് നമുക്ക് എന്ത് ചെയ്യുന്നില്ല? ദോഷം ചെയ്യുന്നില്ല. അല്ലാതെ കൂടിയ അളവിലാകുമ്പോൾ ആസിഡുകൾ എന്താണ്? വീര്യം കൂടിയവയാകുമ്പോൾ അതിനനുസരിച്ചുള്ള റിയാക്ഷനും ഉണ്ടാവും. ഇനി നോക്കിക്കേ, ബേസുകൾ. കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ചുണ്ണാമ്പാണ്. ചുണ്ണാമ്പാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അതുപോലെ നോക്കിക്കേ, സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? കാസ്റ്റിക് സോഡയാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് കാസ്റ്റിക് സോഡയാണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അതെന്താണ്? കാസ്റ്റിക് പൊട്ടാഷ് ആണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് കാസ്റ്റിക് പൊട്ടാഷ്യം. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് കാസ്റ്റിക് സോഡയുമാണ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ചുണ്ണാമ്പാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന ആസിഡുകളും ബേസുകളുമാണ്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്ത് നോക്കിക്കേ, ആസിഡുകളുടെ ഉപയോഗമാണ് അടുത്തത്. അതായത് ആസിഡ്, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആസിഡ്സ് തന്നിട്ടുണ്ട്. അസറ്റിക് ആസിഡ്, ഫോമിക് ആസിഡ്, സിട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള ആസിഡ്സ് തന്നിട്ടുണ്ട്. ഇവയുടെ ഉപയോഗം എന്തൊക്കെയാണെന്ന് നോക്കാം. അസറ്റിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിനാഗിരിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് അസറ്റിക് ആസിഡ് എന്ന് നമ്മൾ പറഞ്ഞു. വിനാഗിരി എന്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്? അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വിനാഗിരി യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, അസറ്റിക് ആസിഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അച്ചാറുകളിൽ ഉപയോഗിക്കുന്ന ഒരു ആസിഡാണ് അസറ്റിക് ആസിഡ്, അതായത് വിനാഗിരി, നിങ്ങൾ ഓർക്കുക. അതുപോലെ ഫോർമിക് ആസിഡ്. ഫോർമിക് ആസിഡ് എന്തിനാ? റബ്ബർ പാല് കട്ടിയാകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആസിഡാണ് ഫോർമിക് ആസിഡ് എന്ന് പറയുന്നത്. എന്തിനാണ്? റബ്ബർ പാല് കട്ടിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആസിഡാണ് ഏതെന്ന് പറയുന്നത്? ഫോർമിക് ആസിഡ് എന്ന് പറയുന്നത്. ഇനി സിട്രിക് ആസിഡ് നോക്കിക്കേ, നമുക്കറിയാം പാനീയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സിട്രിക് ആസിഡ്, അതായത് നാരങ്ങയിലും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ആസിഡാണ് സിട്രിക് എന്ന് പറയുന്നത്. അപ്പോൾ പാനീയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സിട്രിക് ആസിഡ് ഉപയോഗിക്കുന്നു. അതുപോലെ സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിലോ മോട്ടോർ വാഹനങ്ങളിലും ബാറ്ററിയിലും രാസവള നിർമ്മാണത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ആസിഡാണ് ഏത്? സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് ഏതിലൊക്കെയാണ്? മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ രാസവള നിർമ്മാണത്തിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ഒരു ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. ഇനി നൈട്രിക് ആസിഡ് ആണെങ്കിലോ രാസവളം, അതുപോലെ പെയിന്റ്, ചായങ്ങൾ ഇവയൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നൈട്രിക് ആസിഡ് ഉപയോഗിക്കുന്നത്. രാസവളവും പെയിന്റും ചായങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ നൈട്രിക് ആസിഡ് ആണ്. അതുപോലെ നോക്കിക്കേ, ടാനിക് ആസിഡ് എന്താണ്? തുകൽ, മഷി എന്നിവ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ടാനിക് ആസിഡ് ഉപയോഗിക്കുന്നത്. PSC ഇങ്ങനെ ചോദിക്കാം, തുകൽ, മഷിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ടാനിക് ആസിഡ് ആണ്. അതുപോലെ കാർബോണിക് ആസിഡ് എന്താണ്? നമ്മുടെ കാർബണേറ്റഡ് വെള്ളത്തിൽ, സോഡ വാട്ടർ ഒക്കെ ഉണ്ടല്ലോ, അതിൽ ഉപയോഗിക്കുന്ന ഒരു ആസിഡാണ് കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആണല്ലോ? ഈ ഒരു ടേബിളും ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത നോക്കിക്കേ,
ഉറുമ്പ് നമുക്കറിയാം അല്ലേ, പണ്ട് തൊട്ടേ പഠിച്ചിട്ടുള്ളതാണ്. ഉറുമ്പിൽ ഒരു ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ആ ആസിഡാണ് ഉറുമ്പ് കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് വേദനിക്കുന്നതിന് കാരണം. അപ്പോൾ ഉറുമ്പിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? ഉറുമ്പിന്റെ ശരീരത്തിൽ എന്ത് തരം ആസിഡാണുള്ളത്? ഫോർമിക് ആസിഡ് ഉണ്ട്. ഉറുമ്പിന്റെ ശരീരത്തിലുള്ളതാണ് ഫോർമിക് ആസിഡ്. ഈ ഒരു ഫോർമിക് ആസിഡ് ഉറുമ്പ് കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇത് ശരീരകോശങ്ങളുമായി പ്രവർത്തിക്കുന്നതാണ് ഉറുമ്പ് കടിക്കുമ്പോഴുള്ള വേദനയ്ക്ക് കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഉറുമ്പിന്റെ ശരീരത്തിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർമിക് ആസിഡ് ആണ്. രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഓൾറെഡി കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. അപ്പോൾ ഉറുമ്പിന്റെ ശരീരത്തിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് ഫോർമിക് ആസിഡ്. ഈ ഫോർമിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതാണ്. അത് കോശങ്ങളുമായി പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് എന്താണ് ആ ഒരു കുഞ്ഞു വേദന വരുന്നതിന് കാരണം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ശരീരത്തിനകത്ത് ആസിഡ്സ് ഉണ്ടോ? ഉണ്ട്. നമ്മുടെ ശരീരത്തിനുള്ളിലും ആസിഡ്സ് ഉണ്ട് അല്ലെ. നമ്മുടെ ആമാശയത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്ന ഒരു ആസിഡ് ആണ് ഏതെന്ന് പറയുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് അല്ലെ. ഇതിന്റെയൊക്കെ ഫലമായിട്ടാണ് എന്തുണ്ടാവുന്നത്? ദഹനം ഉണ്ടാവുന്നത്. അപ്പോൾ നാം കഴിക്കുന്ന ആഹാരത്തിന്റെ ദഹനത്തെ സഹായിക്കാനായി ആമാശയത്തിലുള്ള ഒരു ആസിഡ് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡാണ് ഇതെന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇതിന്റെ ഫലമായിട്ടുണ്ടാവുന്ന അല്ലെങ്കിൽ ഈ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഉൽപാദനം കൂടാം ചില സമയത്ത്. അങ്ങനെ കൂടുന്നതിന്റെ ഫലമായിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? അസിഡിറ്റി ഉണ്ടാവുന്നത് അല്ലെ. നമ്മൾ കേട്ടിട്ടുണ്ട് വയർ എരിച്ചിൽ എന്നൊക്കെ പറയുന്നത്. അതെന്താണ്? അസിഡിറ്റി ഉണ്ടാവുന്നത് ഈ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഉൽപാദനം കൂടുന്നത് മൂലമാണ്. അപ്പോഴെന്ത് സംഭവിക്കും? ആമാശയത്തിൽ എന്തൊക്കെ ഉണ്ടാവാം? നീറ്റൽ ഉണ്ടാവാം, നെഞ്ചരിപ്പ് തോന്നാം, പുളിച്ചു തികട്ടൽ തോന്നാം, മലബന്ധം എന്നിവ അസിഡിറ്റിയുടെ ലക്ഷണങ്ങളായിട്ട് ഉണ്ടാവുന്നവയാണ്. ഈ ആസിഡിനെ നിർവീര്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന മെഡിസിൻസ് തന്നെയാണ് ആന്റാസിഡ്സ് എന്ന് അറിയപ്പെടുന്നത്. എന്താണ്? ആന്റാസിഡുകൾ എന്നറിയപ്പെടുന്നത്. ഈ ഒരു അസിഡിറ്റി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന മെഡിസിൻസിനെയാണ് ആന്റാസിഡുകൾ എന്നറിയപ്പെടുന്നത്. ആസിഡിനെ നിർവീര്യമാക്കുന്ന ആന്റാസിഡുകൾ എന്നറിയപ്പെടുന്ന മരുന്നുകളാണ് ഡോക്ടർമാര് ഇതിനു വേണ്ടിയിട്ട് പരിഹാരമായിട്ട് എഴുതി തരുന്നത്. അപ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ദഹനത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇതിന്റെ ഉൽപാദനം കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നതാണ് അസിഡിറ്റി. ഈ അസിഡിറ്റി മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന മെഡിസിൻസിനെയാണ് ആന്റാസിഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കിക്കേ, ബേസുകളുടെ ഉപയോഗം. നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ ആസിഡ്സിനെ ഏതൊക്കെ മേഖലകളിലാണ് ആസിഡുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ പഠിച്ചു അല്ലെ. ഇനി ബേസുകൾ എവിടേക്കാണ് ഉപയോഗിക്കുന്നത് നോക്കിക്കേ. കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കാൽസ്യം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ എന്തെന്നാ നേരത്തെ പഠിച്ചത്? ചുണ്ണാമ്പെന്ന് പഠിച്ചു അല്ലെ. ചുണ്ണാമ്പാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പഠിച്ചു. ഇത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഗ്ലാസിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടും മണ്ണിന്റെ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഏത് ഉപയോഗിക്കുന്നുണ്ട്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത നോക്കിക്കേ, സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെ. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? സോപ്പ് നിർമ്മിക്കാനും പേപ്പർ നിർമ്മിക്കാൻ, റയോൺ എന്നിവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? കാസ്റ്റിക് സോഡയാണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ അത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? സോപ്പ്, പേപ്പർ, റയോൺ എന്നിവ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോപ്പ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. അതുപോലെ നോക്കിയേ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. നമ്മൾ നേരത്തെ എന്താ പഠിച്ചത്? കാസ്റ്റിക് പൊട്ടാഷ് എന്ന് പഠിച്ചു. അതെന്തിനൊക്കെയാണ്? സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ്? സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നോക്കിക്കേ, അലുമിനിയം ഹൈഡ്രോക്സൈഡ്, അതുപോലെ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്നിവയൊക്കെ ഏതിലാണ് ഉപയോഗിക്കുന്നത്? മരുന്നുകളിലാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ലോഹങ്ങളുടെ കൂടെ ഈ ഒരു ഓക്സൈഡുകളും കൂടെ അടങ്ങി വരുന്നത്, അതായത് ഏതാണോ തന്നിട്ടുള്ളത് അതിന്റെ ഓക്സൈഡുകൾ കൂടി അടങ്ങി വരുന്നതാണ് ബേസുകൾ എന്ന് പറയുന്നത്. അപ്പൊ അലുമിനിയം ഹൈഡ്രോക്സൈഡും മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? മരുന്നുകളിലാണ് ഇവയൊക്കെ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്ത നോക്കിക്കേ, ഈ ഒരു രാസവസ്തുക്കളൊക്കെ, അതായത് നമ്മൾ ഈ ആസിഡ്സ് ആണെങ്കിലും ബേസസ് ആണെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള എല്ലാ രാസവസ്തുക്കളാണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം അല്ലെ. അപ്പൊ അതും കൂടി SCERT തന്നിട്ടുണ്ട്. ചിലപ്പോൾ ചോദിക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് രാസവസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് PSC ഈ ഒരു കെമിസ്ട്രി ഭാഗം എന്നുള്ളതല്ല മറ്റേതെങ്കിലും ഭാഗവുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. SCERT പാഠപുസ്തകത്തിൽ തന്നിട്ടുള്ളത് കൊണ്ട്
നോക്കിക്കേ, ശരീരഭാഗങ്ങളിൽ വീഴാതെ നോക്കണം. അതുപോലെ കൈകൊണ്ട് തൊടരുത്, ശരീരഭാഗങ്ങളിൽ വീഴാതെ നോക്കണം. ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഈ രാസവസ്തുക്കളൊന്നും മണത്ത് നോക്കാനായിട്ട് പാടില്ല, അല്ലെ? രുചിച്ചു നോക്കാൻ പാടില്ല. കുപ്പിയിൽ നിന്നും ഈ രാസവസ്തുക്കൾ എടുക്കുന്നെങ്കിൽ നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കണം? ഡ്രോപ്പർ ഉപയോഗിക്കണം. അതുപോലെ എന്താണ്, ടെസ്റ്റ് ട്യൂബ് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നിട്ടുള്ളത് പോലത്തെ ഹോൾഡേഴ്സ് ഉപയോഗിച്ച് വേണം പിടിക്കാൻ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഇനി ആസിഡ് വീഴുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലോ നമ്മുടെ ശരീരത്തിലോ എവിടെയെങ്കിലും ആസിഡ് വീണ് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൂടി നമ്മുടെ SCERT-യിൽ തന്നിട്ടുണ്ട്. വീര്യം കൂടിയ ആസിഡുകൾക്ക് ജലാംശം വലിച്ചെടുക്കാനും താപത്തെ പുറത്തുവിടാനുമുള്ള കഴിവുണ്ട്. ഇവ എന്താണ്, ശരീരത്തിൽ വീണ് കഴിഞ്ഞാൽ പൊള്ളൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പൊള്ളലേറ്റ ഭാഗത്ത് നല്ല തണുത്ത വെള്ളം ഒഴിക്കുകയാണ് ഇതിന് ചെയ്യേണ്ട ആദ്യത്തെ ഒരു ശുശ്രൂഷ, അല്ലെങ്കിൽ പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. വീര്യം കൂടിയ ആസിഡുകൾക്ക് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? ജലാംശം വലിച്ചെടുക്കാനും താപത്തെ പുറത്തുവിടാനും, താപം പുറത്തുവിടാനുമുള്ള കഴിവുണ്ട്. പൊള്ളലേറ്റ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം? നല്ല തണുത്ത വെള്ളം എന്ത് ചെയ്യണം? ഈ ഒരു പൊള്ളലേറ്റ ഭാഗത്ത് ഒഴിക്കുകയാണ് ഇതിനുള്ള പ്രൈമറി ആയിട്ടുള്ള സൊല്യൂഷൻ, അല്ലെങ്കിൽ പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കേ, ആസിഡും ലോഹങ്ങളും എന്ന് പറയുന്ന ഒരു പോർഷനാണ്. എന്താണ് ഈ ഒരു ഇതിൽ തന്നിട്ടുള്ളത്? ആസിഡുകൾ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ, ആസിഡ്സ് മെറ്റലുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ ഒരു വാതകം ഉണ്ടാവുന്നുണ്ട്. ആ വാതകം ഏതാണ്? ഹൈഡ്രജൻ വാതകമാണ് ഉണ്ടാവുന്നത്. മെറ്റൽസ് അല്ലെങ്കിൽ ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഏത് വാതകം ഉണ്ടാവുന്നു? ഹൈഡ്രജൻ വാതകം ഉണ്ടാവുന്നു. ഹൈഡ്രജനെ നമ്മൾ എന്താ പറയുന്നത്? കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഈ ഒരു ഹൈഡ്രജൻ പുറത്തു വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? പോപ്പ് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. പോപ്പ് സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഇത്രയും മനസ്സിലാക്കുക. ആസിഡുകൾ മെറ്റൽസുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വാതകം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജനെ കുറിച്ച് കുറച്ച് അഡീഷണൽ പോയിന്റ്സും കൂടി നമ്മുടെ SCERT-യിൽ തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടെത്തിയത്. ഇദ്ദേഹം എവിടുത്തെ ശാസ്ത്രജ്ഞനാണ്? അല്ലെങ്കിൽ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ ഹെൻറി അങ്ങനെ നിങ്ങൾ ഓർക്കുക കേട്ടോ. ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹം. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ് ഏത്? ഹൈഡ്രജൻ. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ് ഏതെന്ന് പറയുന്നത്? ഹൈഡ്രജൻ വാതകം എന്ന് പറയുന്നത് ഏറ്റവും ഭാരം കുറഞ്ഞതാണ്. ഇതുകൊണ്ടാണ് നമ്മൾ ഹൈഡ്രജൻ ബലൂൺസ് ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലെ? അതായത് അതിൽ ഹൈഡ്രജൻ നിറയ്ക്കുമ്പോഴത്തേക്കും അത് നമ്മുടെ പൊങ്ങി പോകുന്ന അറ്റ്മോസ്ഫിയറിലോട്ട് പൊങ്ങി പോകുന്നത് നമുക്ക് കാണാം. ഹീലിയം ബലൂൺസ് ഒക്കെ. ഇതൊക്കെ എന്താണ്? ഏറ്റവും ഭാരം കുറവായതുകൊണ്ടാണ് ഇതെല്ലാം മേളിലോട്ട് പൊങ്ങി പോകുന്നത്. അതുകൊണ്ടാണ് ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ ഉയർന്ന് പൊങ്ങുന്നത്. അതുപോലെ ഹൈഡ്രജൻ എവിടെയൊക്കെ ഉപയോഗിക്കാറുണ്ട്? റോക്കറ്റുകളിൽ ഇന്ധനമായി ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്. നോക്കിക്കേ, മോട്ടോർ വാഹനങ്ങളും ഇന്ന് നിലവിലുണ്ട് അല്ലെ? നമുക്കറിയാം ഹൈഡ്രജൻ ഗ്യാസ് യൂസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ ഇന്നുണ്ട്. നമുക്കറിയാം ഹൈഡ്രജൻ ബസ്സൊക്കെ ഇറങ്ങിയിട്ടുള്ള കാര്യം അല്ലെ? അപ്പൊ നോക്കിക്കേ, റോക്കറ്റുകൾ ഇന്ധനമായി ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു. ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങളും ഇന്ന് നിലവിലുണ്ട്. 2023 സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ പരീക്ഷണാർത്ഥം ഒരു ഹൈഡ്രജൻ ബസ് നിരത്തിലിറക്കിയിരുന്നു അല്ലെ? ഒരു പരീക്ഷണാർത്ഥം 2023 സെപ്റ്റംബറിൽ ഹൈഡ്രജൻ ബസ് നിരത്തിറക്കിയിരുന്നു. ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഹൈഡ്രജൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം. ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ജലം ഉണ്ടാകും. നമുക്കറിയാം അല്ലെ? H2O എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ആണ് എന്തെന്ന് പറയുന്നത്? H2O എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ജലം ഉണ്ടാവും. ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആക്കാം. ഭാവിയുടെ ഊർജ വാഗ്ദാനമാണ് ഹൈഡ്രജൻ. ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. അപ്പൊ ഇവിടെ ഇത്രയും പോയിന്റ്സ് ഓർക്കുക. ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടെത്തിയത്. അദ്ദേഹം ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ്. അതുപോലെ എന്താണ്? ഏറ്റവും കുറഞ്ഞ
ഭാരമുള്ള വാതകത്തെയാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഹൈഡ്രജൻ ഓക്സിജനുമായി ചേരുമ്പോഴാണ് ജലം ഉണ്ടാവുന്നത്. ജലത്തെ വിഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജനായിട്ടും ഓക്സിജനായിട്ടും നമുക്ക് വേർപിരിക്കാൻ കഴിയും. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അതായത് നമ്മൾ പറഞ്ഞു അല്ലെ, ആസിഡുകളിൽ ലോഹം പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് ഹൈഡ്രജൻ എന്ന വാതകം അല്ലെ. ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിക്കുമ്പോഴാണ് ഹൈഡ്രജൻ എന്ന വാതകം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ ചില ലോഹങ്ങളിൽ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകാറില്ല. അങ്ങനെ ഹൈഡ്രജൻ ഉണ്ടാകാത്ത ലോഹവും ഉണ്ട്. അതിന് നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ കഴിയുന്നതാണ് ഗോൾഡ്. നമ്മുടെ ആസിഡ്, ഈ ഒരു ഗോൾഡ് ആസിഡുമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവില്ല? ഹൈഡ്രജൻ എന്ന് പറയുന്ന വാതകം ഉണ്ടാവില്ല. ഗോൾഡ് Ag, അതായത് നമ്മുടെ സിൽവർ അല്ലെ, സിൽവറുമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാലും എന്തുണ്ടാവില്ല? ആസിഡ് സിൽവറുമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാലും ഹൈഡ്രജൻ വാതകം ഉണ്ടാവില്ല. അതുപോലെ പ്ലാറ്റിനം, പിന്നെന്താ മെഗ്നീഷ്യം, കോപ്പർ എന്ന് പറയുന്ന ഈ സാധനങ്ങളൊന്നും ആസിഡുമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ വാതകം പുറത്തേക്ക് വിടാത്ത ലോഹങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ലോഹങ്ങളുണ്ട്. പ്രധാനമായിട്ട് ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം, കോപ്പർ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുക. അടുത്തതിലോട്ട് നമുക്ക് പോവാം. അടുത്തത് സോപ്പ് നിർമ്മിക്കാമെന്ന തലക്കെട്ടോട് കൂടി നമ്മുടെ SCERTയിൽ ഒരു പോർഷൻ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. നിങ്ങൾ വേണമെങ്കിൽ സോപ്പ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കുക. നമുക്ക് ഇവിടെ വേണ്ടത് എന്താണ്? സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? നോക്കിക്കേ, കാസ്റ്റിക് സോഡ ഉപയോഗിക്കുന്നുണ്ട്, വെളിച്ചെണ്ണ, അതുപോലെ എന്താ സോഡിയം സിലിക്കേറ്റ്, സ്റ്റോൺ പൗഡർ, പിന്നെ കളറ്, പെർഫ്യൂം എന്നിവയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സോപ്പ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് കാസ്റ്റിക് സോഡ, സോഡിയം സിലിക്കേറ്റ്, അതുപോലെ സ്റ്റോൺ പൗഡർ. കാസ്റ്റിക് സോഡ, സോഡിയം സിലിക്കേറ്റ്, സ്റ്റോൺ പൗഡർ എന്നിവ ഏത് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നുണ്ട്? സോപ്പ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഒളിഞ്ഞു കിടക്കുന്ന മറ്റൊരു പോയിന്റ് ഉണ്ട്. അതെന്താണെന്ന് ഒന്ന് നോക്കിക്കേ. സോപ്പിന്റെ ഗാഢത, അതായത് അതിന്റെ കാഠിന്യവും അതുപോലെ തന്നെ അളവും ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് വസ്തുക്കൾ ഇതിൽ ചേർക്കുന്നുണ്ട്. ആ വസ്തുക്കൾ ഏതൊക്കെയാണ്? സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും. ഏതാണ്? സോഡിയം സിലിക്കേറ്റും അതുപോലെ തന്നെ സ്റ്റോൺ പൗഡറും. സോപ്പിന്റെ ഗാഢതയും അളവും കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് വസ്തുക്കളാണ് ഏതെന്ന് പറയുന്നത്? സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യം മാത്രം ഇവിടെ നിങ്ങൾ ഓർത്തു വെച്ചിരുന്നാൽ മതി. കാസ്റ്റിക് സോഡ, അതുപോലെ സോഡിയം സിലിക്കേറ്റ്, സ്റ്റോൺ പൗഡർ എന്നിവ സോപ്പിൽ ചേർക്കുന്നവയാണ്. അതുപോലെ തന്നെ സോപ്പിന്റെ ഗാഢതയും അതുപോലെ അളവും കൂട്ടുന്നതിന് വേണ്ടിയിട്ട് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ആണ് എന്നുള്ളത് ഓർക്കുക. ക്ലിയർ ആണല്ലേ? ഇത്രയും കാര്യങ്ങളാണ് അപ്പൊ നമ്മുടെ ഈ ഒരു SCERTയിലെ ആസിഡുകളും ബേസുകളും എന്നുള്ള ഒരു പാഠഭാഗത്തിൽ വരുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കറക്റ്റ് ഇതിലുള്ള പോയിന്റ്സ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ ഉറപ്പായിട്ട് പഠിക്കണം. കാരണം ഈ ഒരു ടെക്സ്റ്റിൽ എന്ത് പോയിന്റ് ആണ് തന്നിട്ടുള്ളത് അത് PSC ഉറപ്പായിട്ടും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇതിലുള്ള കുറച്ച് 2-3 ചോദ്യങ്ങളും കൂടി നമുക്ക് നോക്കാം. നോക്കിക്കേ, ആസിഡിന്റെ സൂചകമായി ഉപയോഗിക്കാവുന്നത് ഏതൊക്കെയാണ്? ഇത് ടെക്സ്റ്റിൽ തന്നെയുള്ള ഒരു ചോദ്യമാണ്. ചിലപ്പോൾ പറയാൻ പറ്റില്ല. PSC എന്ത് ചെയ്യാം, ഈ ഒരു ചോദ്യം അതുപോലെ എടുത്ത് ചോദിക്കാം. അതുകൊണ്ടാണ് ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്തത്. ആസിഡിന്റെ സൂചകമായി ഉപയോഗിക്കാവുന്നത് ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഒന്ന് നിങ്ങൾ പറഞ്ഞേ. മഞ്ഞൾ തന്നിട്ടുണ്ട്, പതിമുഖം, അതുപോലെ ചുവന്ന ലിക്മസ് പേപ്പർ, ഫിനോഫ്തലിൻ എന്നിങ്ങനെ തന്നിട്ടുണ്ട്. അപ്പൊ ആസിഡിന്റെ സൂചകമായിട്ട് ഉപയോഗിക്കാവുന്നത് ഏതാണ്? അതെ, പതിമുഖമാണ് അല്ലെ. പതിമുഖം നമുക്ക് ആസിഡിന്റെ സൂചകമായിട്ട് ഉപയോഗിക്കാം. കാരണം പതിമുഖം ആസിഡിൽ മുക്കിക്കഴിഞ്ഞാൽ അതിന്റെ നിറം എന്തായിട്ട് മാറും? മഞ്ഞ നിറമായിട്ട് മാറും. അതുപോലെ നോക്കിക്കേ, അടുത്തൊരു ചോദ്യമാണ്. ഓട്ടോമൊബൈൽ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചതാണ്. നോക്കിക്കേ, ഓപ്ഷൻസ്: ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഫോമിക് ആസിഡ്. ഇവിടെ നമ്മൾ ഒരു ബോക്സിൽ ക്ലിയർ ആയിട്ട് പഠിച്ചതാണ് അല്ലെ. ഏതാണ്? ഓട്ടോമൊബൈൽ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. അതുപോലെ തന്നെ രാസവള നിർമ്മാണത്തിലും നമ്മൾ ഏത് ഉപയോഗിക്കുന്നുണ്ട്? സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ടെന്ന് പഠിച്ചതാണ് അല്ലെ. ഫോർമിക് ആസിഡ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു? നമ്മുടെ റബ്ബർ പാല് കട്ടിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആസിഡാണ് ഫോമിക് ആസിഡ്. അതുപോലെ തന്നെ ഉറുമ്പിന്റെ ശരീരത്തിലുള്ള ആസിഡുമാണ് ഫോർമിക് ആസിഡ് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. കൃത്യമായിട്ട് ഓർക്കുക കേട്ടോ. അടുത്തൊരു ചോദ്യം നോക്കിക്കേ. താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകൾ പരിഗണിക്കുക. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ആസിഡ് മാലിക് ആസിഡ് ആണ്. അതുപോലെ വാളൻപുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാറ്റാറിക് ആസിഡ് ആണ്. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? സിട്രിക് ആസിഡ് ആണ് എന്നും പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ക്ലിയർ ആയിട്ട് പഠിച്ച കാര്യമാണ്. നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ.
ആദ്യം നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ആസിഡ് ഏതാണ്? മാലിക് ആസിഡ് ആണ്. പ്രധാന ആസിഡ്, ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ആസിഡ് എന്ന് പറയുന്നത് മാലിക് ആസിഡ് ആണെന്ന് പറയുന്നത് ശരിയാണ്. വാളൻപുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ടാർട്ടാറിക് ആസിഡ് ആണ്. നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞതാണ് അല്ലെ, പുളി രുചിയുള്ളതാണ് ആസിഡ്. അപ്പോൾ പുളിയിൽ അടങ്ങിയിട്ടുള്ളത് എന്താണ്? ടാർട്ടാറിക് ആസിഡ് ആണ്. ടാർട്ടാറിക് ആസിഡ് ആണ് വാളൻ പുളിയിൽ അടങ്ങിയിരിക്കുന്നത്. പുളിയിലെല്ലാം അടങ്ങിയിട്ടുള്ളത് ഏത് ആസിഡ് ആണ്? ടാർട്ടാറിക് ആസിഡ് തന്നെയാണ്. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ് ആണ്. അത് ശരിയാണോ? അല്ല. എന്തുകൊണ്ടാ ശരിയല്ലാത്തത്? നമ്മൾ പറഞ്ഞു തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഓക്സാലിക് ആസിഡ് ആണ് എന്ന് നമ്മൾ പഠിച്ചതാണ്. സിട്രിക് ആസിഡ് നാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ശരിയായിട്ട് വരുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1ഉം 2ഉം മാത്രമാണ്. അത് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2 എന്നിവ ശരി എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ക്ലിയർ ആയിട്ട് ആസിഡുകളും ബേസുകളും എന്ന് പറയുന്ന ഒരു കുഞ്ഞു ചാപ്റ്റർ ആണിത്. നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞു. എന്നാൽ PSC പരീക്ഷയിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ കൂടി തന്നെയാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനിയും പുതിയ SCERT ക്ലാസ്സസുമായിട്ട് നമുക്ക് കാണാം. ഈ ക്ലാസ്സസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ഒരു ഓൾ എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എല്ലാ ക്ലാസ്സസും നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെ SCERT പാഠഭാഗങ്ങളും സിലബസും കവർ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇനി മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക് യു.